സ്ത്രീ, എന്തിനാണ് നീ വിഷമിക്കുന്നത്? നിന്നോട് ഈ തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന് ഫലം കഴിക്കുന്നതെന്ന് ദൈവം കണ്ടിട്ടുണ്ട്. ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളും കഴിക്കാനുള്ളതാണ്. എന്തിനാണ് കഴിയുന്നത്? എന്റെ പിതാവ് പറഞ്ഞിരിക്കുന്നത് ആ മരത്തിലെ ഫലം മാത്രം കഴിക്കരുതെന്നാണ്. മറ്റെന്തും കഴിക്കാം. ഞാൻ ആ വാക്ക് തെറ്റിക്കില്ല. അത് തിന്നാൽ മരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മരിക്കുകയില്ല, മറിച്ച് തിന്നുന്ന സമയങ്ങൾ കണ്ടുകിട്ടുള്ളൂ. നന്മ തിന്ന് അറിഞ്ഞ ദൈവത്തെ പോലെയാണ്. ദൈവത്തെ പോലെയാണോ അതോ ഈ കടലിലൂടെ യാതൊരു നടന്നു? ഈ കാര്യം എന്റെ ഭർത്താവിനോട് പറയാം. പറഞ്ഞത് ശരിയാണല്ലോ. എപ്പോഴും ആജ്ഞാപിക്കുകയാണല്ലോ. എന്താ എനിക്ക് ദൈവത്തെ പോലെ ആകാൻ പറ്റാത്തത്? എനിക്ക് ആകണം. ആദത്തോട് ചോദിക്കാം. ആദം, ആദം, നിനക്കറിയാമോ, നമ്മുടെ പിതാവ് പറഞ്ഞിട്ടില്ലേ ആ വൃക്ഷത്തിലെ ഫലം തിന്നരുതെന്ന്? അതെന്താ കഴിച്ചാല്? എല്ലാ വൃക്ഷത്തിന്റെ ഫലം തിന്നാമെന്ന് പറഞ്ഞിട്ട് ഇത് മാത്രം വേണ്ട എന്ന് പറയുന്നത്? നീ നമ്മുടെ ദൈവത്തെ സംശയിക്കല്ലേ? നമ്മുടെ അപ്പൻ എന്ത് പറയുന്നത് അത് അനുസരിക്കാൻ ബാധ്യതയാണ്. നിനക്ക് നിന്ന് പറ്റി? ഞാനീ സ്വപ്നം കണ്ടു. അതിൽ ഈ പഴം കഴിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ തുറന്നു ദൈവത്തെ പോലെയായി. വാ, നമുക്കിത് കഴിച്ചാലോ? സ്ത്രീയെ, നീ എന്താണ് പറയുന്നത്? എനിക്കിത് വേണ്ട. എനിക്ക് ദൈവത്തെ പോലെ ആരാണ്? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ലേ? ഞാൻ എന്തു പറഞ്ഞാലും കണ്ണും പൂട്ടി ചെയ്തിരുന്ന നിങ്ങൾക്കിപ്പോൾ എന്തു പറ്റി? നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. പക്ഷേ ഇത് കുഴപ്പമില്ല, നമുക്ക് കഴിച്ചു നോക്കാം. വല്ലതും പറ്റുമെങ്കിൽ മറച്ചു വയ്ക്കാം. ആരറിയാനാ? ഞാൻ നഗ്നനായതുകൊണ്ട് അയാൾ ഒളിച്ചതാണ്. ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നോ? അന്ന് എനിക്ക് കൂടി തന്ന സ്ത്രീ ആ മരത്തിന്റെ ഫലം എനിക്ക് തന്നു. ഞാൻ അത് തിന്നു. നീ എന്തിനാണ് ഇത് ചെയ്തത്? എന്നെ പറഞ്ഞു വഞ്ചിച്ചു. നിന്റെ ഗർഭാശയത്തില് ഞാൻ പറഞ്ഞു, നീ വേദനയോടെ കുഞ്ഞിനെ സ്ത്രീ. എങ്കിലും നിനക്ക് ഭർത്താവ് അവകാശമുണ്ടായി. അവൻ നിന്നെ കേൾക്കും. ഞാൻ പറഞ്ഞ വാക്ക് നീ ലംഘിച്ചതാൽ നീ മൂലം മണ്ണ് ശരിപ്പെട്ടതായി. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം നീ ഭക്ഷിക്കും. മണ്ണിൽ നിന്ന് ബന്ധപ്പെടുത്തി മണ്ണിനോട് ചേർന്നതുപോലെ കഠിനാധ്വാനിച്ചത് നെറ്റിയിലെ വേർപ്പുകൊണ്ട് സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മാറണം. ഇവിടെ തുടങ്ങുന്നു നമ്മുടെ ആദ്യ പാപം. മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യത്തിനായി ദൈവവുമായി അവർ കരാർ ലംഘിച്ച് അകലം കാരണമാകുന്നു. പാരിസ് കമ്മിറ്റി അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ നാടകം ഒരു തെറ്റിന്റെ കഥ. ചേട്ടാ, വിളവെടുപ്പ് എവിടം വരെയായി? എല്ലാം ഭംഗിയായി വളരുന്നുണ്ടോ? ഓ, അത് വളരുന്നുണ്ട്. നല്ല ഫലം കിട്ടുമെന്ന് തോന്നുന്നില്ല. നമുക്ക് കഠിനാധ്വാനം ചെയ്താൽ കിട്ടും ചേട്ടാ. ഞാൻ സഹായിക്കണോ? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. എന്നെ ഉപദേശിക്കാൻ വേണ്ട. ചേട്ടാ, ദേഷ്യം വരല്ലേ? അത് പിശാചിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ പിതാവായ ദൈവം സ്നേഹമാണ്, സൗമ്യനാണ്. നീ ഒന്നും നിർത്തുന്നുണ്ടോ? എന്റെ കൃഷി നശിച്ചു വരുമ്പോൾ എവിടെയായിരുന്നു നിന്റെ ദൈവം? നമ്മുടെ മാതാപിതാക്കന്മാരെ ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയവരാണോ നിന്റെ ദൈവം? ചേട്ടാ, അത് തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ? എന്നാലും നമ്മളെ സഹായിക്കുന്നില്ലേ? പോട്ടെ, ഞാൻ പോവുകയാണ്. എൻ്റെ ആളുകളെ തിരിച്ചണം. എന്നിട്ട് അതിൽ നല്ലൊരിടത്തിനെ ദൈവത്തിന് സമർപ്പിക്കണം.
എന്താ വളരെ നീ ചിന്തിക്കുന്നത്? നിന്റെ കൃഷിയുടെ നല്ല ഫലം ദൈവത്തിന് സമർപ്പിക്കാൻ സമയമായല്ലോ. ഓ, അതൊന്നും മറന്നിട്ടില്ല. പിന്നെ നല്ല ഫലം ദൈവത്തിന് കൊടുത്തിട്ട് എന്ത് കിട്ടാൻ? അത് നമുക്ക് കഴിക്കാം. കായൽ, നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുന്ന എന്തും ഏറ്റവും നല്ലതും മുന്തിയതുമാണ്. നിനക്ക് ഓർമ്മയില്ലേ ദൈവത്തിൻ്റെ കോപം? അത് ഏറ്റുവാങ്ങില്ലേ? ആ കോപം ഏറ്റുവാങ്ങിയതാണ് ഞാൻ. അമ്മ, എനിക്ക് മനസ്സിലായി. പക്ഷെ എന്തിനാണിത്? നിങ്ങൾ രണ്ടുപേരും ഇനി വന്ന് ഞാൻ കാര്യം പറയട്ടെ. നിങ്ങൾ നല്ല കൃഷി ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം, അതിന് തർക്കമില്ല. പക്ഷേ നിങ്ങളുടെ ആദ്യത്തെ ഫലം അത് നമ്മുടെ അപ്പനെ സമർപ്പിച്ചത് മതി നമുക്ക് ഉപയോഗിക്കാം. ശരി പിതാവേ, ഞാൻ എൻ്റെ ഏറ്റവും നല്ല കൊഴുത്ത ആട്ടിൻകുട്ടിയെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കായൽ എന്താണ് കൊടുക്കുന്നത്? ഞാൻ എന്റെ കൃഷിയിൽ നോക്കിയിട്ടില്ല, അപ്പോൾ കാണുന്നത് നോക്കാം. അത് പറ്റില്ല. ഏറ്റവും നല്ലതും നല്ല ഫലപുഷ്ടിയുള്ളതുമായത് വേണം ദൈവത്തിന് കൊടുക്കാൻ. അമ്മേ, അപ്പ, ഞാൻ ചേട്ടനോട് പറഞ്ഞതാണ്. പക്ഷേ ചേട്ടൻ അത് ചെയ്തുകൊണ്ടില്ല. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്റെ കാര്യത്തിൽ ഇടപെടാനായത്. മകനെ, നിന്റെ ദേഷ്യം കുറച്ചു നാളായി കൂടുന്നു. നീ പ്രാർത്ഥിക്കാറില്ലേ? നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതായി കാണുന്നു. എന്തു പറ്റി? എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഒന്ന് പോകാമോ? ആഹാരം തയ്യാറാണ്, എല്ലാവരും വന്ന് കഴിക്കൂ. നീ എന്തിനാണ് വീഴുന്നത്? നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നല്ലത് ദൈവത്തിന് കൊടുത്ത് ബാക്കി വരുന്നതാണോ നീ കഴിക്കുന്നത്? നിന്റെ വീർപ്പാണ് ആർക്കും കൊടുത്ത്. അത് ശരിയാണല്ലോ. ഞാൻ എന്തിനാണ് എന്റെ അധ്വാനഫലം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? നീ എന്താണ് കഷ്ടപ്പെടുക? അതിന്റെ ആദ്യം നീ എന്നെ എടുക്കുന്നത് ചിന്തിക്കും. ചേട്ടാ, എന്റെ നല്ല ആട്ടിൻകുട്ടി അവിടെ തയ്യാറായി കഴിഞ്ഞു. ചേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നത്? ചേട്ടന്റെ ഫലം പറിക്കാത്തതെന്ത്? നീ നിന്റെ കാര്യം നോക്കാൻ വന്നു. എന്ത് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. പിന്നെ ആറ് വേണം കുറച്ച് ഉറങ്ങിയ നോക്കാം. നല്ല വഴിക്ക് വേണം. എന്റെ ആവാപിതാവ്, അന്ന് തന്ന കഴിവിനെയും ബലത്തെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഞാൻ പല അവസരങ്ങളിലും വീണു പോയേക്കാമോ എന്ന് തോന്നിയിടത്ത് അങ്ങയുടെ കരബലം കൊണ്ട് താങ്ങി നിർത്തിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മുൻപിൽ ഇരിക്കുന്ന ഈ ആട്ടിൻകുട്ടി എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഏറ്റവും നല്ല ഫലമാണ്. അങ്ങ് ഇത് സ്വീകരിച്ചാൽ ഞാൻ കഴിഞ്ഞ നാളുകളായി കഷ്ടപ്പെടുന്നു. അതിന്റെ ഫലമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അങ്ങേക്ക് സ്വീകരിക്കാം. നിന്റെ അധ്വാനം ദൈവം കണ്ടില്ല, എന്നാലും നിന്റെ സഹോദരന്റെ അധ്വാനത്തെ ദൈവം പ്രസാദിക്കുന്നു. നിന്റെ ദൈവം നിന്നെ വെറുന്നു, നിനക്ക് യാതൊരു സ്ഥാനവുമില്ല. ഇനി എന്തിനാണ് നീ ദൈവത്തെ ആരാധിക്കുന്നത്? ഇതിനെല്ലാം കാരണം നിന്റെ സഹോദരനാണ്. അവനെന്ത് തെറ്റ് ചെയ്തു? അവന്റെ നല്ല ഫലം കൊടുത്തത് കൊണ്ട് ദൈവം പ്രസാദിച്ചു. പക്ഷെ ഞാനങ്ങനെയല്ല, മറിച്ചാണ്. എന്തായാലും പ്രോഗ്രാം പോലെ നിനക്കുണ്ടായത്. ഞാൻ പറയുന്നത് നിന്റെ മകൻ ശരിയാണോ എന്നറിയില്ല. നീ നിന്റെ സഹോദരനെ ദയവില്ല, എന്നാലേ ഇനി നിന്റെ ദൈവം പ്രസാദിക്കും. ഇല്ല, എന്നെ കൊണ്ട് സാധിക്കില്ല. നീ ചിന്തിക്കും, നിന്റെ കൂടെ ഞാൻ. നിന്റെ സഹോദരൻ നിന്റെ മകൻ ഇല്ലാതാകണം, കൊല്ലണം, അവനെ കൊല്ലണം. ചേട്ടാ, എന്താ ഇവിടെ നിൽക്കുന്നത്? എന്തു പറ്റി? എന്റെ ദൈവം ഇത് സ്വീകരിച്ചില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇത് കൊടുക്കല്ലേ എന്ന്. ഇതാണ് അവസരം. അവനെ ഇല്ലായ്മ ചെയ്യണം. നീ എന്റെ വഴിക്ക് വന്നു.
എനിക്ക് അറിഞ്ഞുകൂടാ. സഹോദരന്റെ കാൽക്കാരനാണോ ഞാൻ? നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കഴിഞ്ഞു. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കുവാൻ വായുകളുടെ ഭൂമി നീ ശക്തിപ്പെടുന്നതായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണിൽ നിന്ന് ഫലം കഴിയില്ല. കർത്താവേ, എനിക്ക് സഹിക്കുന്നതിനും വലുതാണ് ശിക്ഷ. അനുജ, ഞാൻ തെറ്റ് ചെയ്തു, എന്നോട് പോകണം. ഇവിടെ നിന്നാണ് നമ്മുടെ ആദ്യ കൊലപാതകം തുടങ്ങുന്നത്. നമ്മുടെ ഒരു ചെറിയ സുഖം മൂലം മറ്റുള്ളവർക്ക് അത് വേദനയാകുന്നുവെങ്കിൽ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നാം എത്തുകയില്ല. മറ്റുള്ളവരെ സ്നേഹിച്ചും സഹായിച്ചും ദൈവഭയത്തിൽ ജീവിച്ചും മുന്നോട്ട് പോവുക. ജീവിതം കുറച്ചല്ലേ ഉള്ളൂ. അത് മറ്റുള്ളവരെ കുത്തിനോവിക്കാതെ വിഷമിപ്പിക്കാതെ പരസ്പരം സഹായിച്ചും മറ്റുള്ളവരുടെ വിഷമത്തിൽ താങ്ങായി നിന്നാൽ ഈ ലോകം നമുക്ക് ഒരു പറുദീസയാക്കാം. ആരെയും ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ മാറ്റി നിർത്താതെ സഹോദരന്മാരെ പോലെ കണ്ട് ജീവിക്കുക. ദൈവം നിങ്ങളിൽ വസിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.